നമസ്കാരം. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. UAE-യിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 44,925 ജൂലൈ 7 മുതൽ ദുബായ് ടൂറിസ്റ്റുകളെ സ്വീകരിച്ചു തുടങ്ങും. ദുബായ് സുപ്രീം കമ്മിറ്റിയുടേതാണ് അറിയിപ്പ്. ഖത്തറിൽ നിന്ന് 881 പേർക്കും ഒമാനിൽ 905 പേർക്കും കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐശ്വര്യ ചേരുകയാണ് ദുബായിൽ നിന്ന്. ഐശ്വര്യ, UAE-യിൽ കോവിഡ് വ്യാപനം കുറയുന്നുവെന്ന് അറിയുന്നു. അതുപോലെ തന്നെ ജൂലൈ 7 മുതൽ ദുബായ് വീണ്ടും ടൂറിസ്റ്റുകളെ സ്വീകരിച്ച് തുടങ്ങുമെന്നും പറയുന്നു. ദുബായ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു പുതുതരംഗത്തിന് തുടക്കമായോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ക്രിസ്റ്റീന, ദുബായ് എയർപോർട്ടിൽ കൂടി ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ തുടങ്ങുന്നു എന്നൊരു അറിയിപ്പാണ് അല്പസമയം മുൻപ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സുപ്രീം കമ്മിറ്റിയാണ് ഈ ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ജൂലൈ 7 മുതൽ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ തുടങ്ങും എന്നൊരു അറിയിപ്പ് വന്നിരിക്കുന്നു. പക്ഷേ അപ്പോഴും വരുന്ന ടൂറിസ്റ്റുകൾ എല്ലാവരും തന്നെ PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടാകണം. ഇല്ലാത്ത പക്ഷം ഇവിടെ എത്തുന്ന സമയത്ത് ദുബായ് എയർപോർട്ടുകളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ ചെയ്യേണ്ടതായി വരും എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ മുതൽ മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന റെസിഡന്റ് വീസ കൈവശമുള്ളവരെയും ദുബായ് സ്വീകരിച്ചു തുടങ്ങുകയാണ് എന്നൊരു അറിയിപ്പും കൂടി വന്നിട്ടുണ്ട്. അതോടൊപ്പം ജൂൺ 23-ാം തീയതി മുതൽ ഇവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും UAE സംബന്ധിച്ചിടത്തോളം COVID-19 പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 392 പേർക്കാണ് പുതുതായി COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യ 302 ആയിട്ടുണ്ട്. 661 പേർ കൂടി സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 48,000-ഓളം പരിശോധനകളാണ് ഈ രാജ്യത്ത് നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ജൂൺ 24-ാം തീയതി മുതൽ ഷാർജ എമിറേറ്റിൽ സിനിമാസ്, പാർക്കുകൾ, ബീച്ചുകൾ, സ്വിമ്മിംഗ് പൂളുകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്നൊരു അറിയിപ്പും കൂടി ഷാർജയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് 881 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 മരണം കൂടി ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ 98-ലെത്തി. 1556 പേർക്ക് കൂടി സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും അവിടുത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അവിടുത്തെ ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു അറിയിപ്പാണ്. അതായത് ഇനി മുതൽ സ്വാബ് ടെസ്റ്റുകൾ, കോവിഡ് പരിശോധനകൾ സ്വകാര്യ ആശുപത്രികൾക്ക് കൂടി നടത്തുവാനുള്ള ഒരു അനുമതി ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഒമാനിലും COVID-19 പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 905 പേർക്ക് കൂടി പുതുതായി COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഒമാനിൽ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 29,471 ആയിട്ടുണ്ട്. 3 മരണമാണ് ഇന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തത്. മരണസംഖ്യ 131-ലെത്തി. ഒപ്പം 772 പേർ സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, UAE-യിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 44,925 ജൂലൈ 7 മുതൽ ദുബായ് ടൂറിസ്റ്റുകളെ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ദുബായ് സുപ്രീം കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ഐശ്വര്യ പ്രിൻസ് ആണ് ദുബായിൽ നിന്ന്. ഗൾഫിൽ കോവിഡ് ബാധിച്ച് 4 മലയാളികൾ കൂടി മരിച്ചു. പാണ്ടിക്കാട് മുടിക്കോട് അബ്ദുൽ കരീം മക്കയിലാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. മക്കയിലെ നൂർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കണ്ണൂർ സ്വദേശി രാജൻ ബഹ്റൈനിലാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. കൊല്ലം തെന്മല സ്വദേശി സുനിൽകുമാർ പുരുഷോത്തമൻ, മലപ്പുറം പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി സത്യാനന്ദൻ എന്നിവർ ദമാമിലാണ് മരിച്ചത്. സൗദിയിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിലും മരണസംഖ്യയിലും നേരിയ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 3,379 കോവിഡ് കേസുകളും 37 മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ ഏറ്റവും കുറഞ്ഞ സംഖ്യയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 3,379 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കേസുകൾ 1,57,617 ആയി. 2,213 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,01,130 ആയി. ഇന്ന് 37 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യ 1,267 ആയി. 55,215 ആക്റ്റീവ് കേസുകളാണുള്ളത്. ഇതിൽ 2,027 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 35,656 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു. പരിശോധിച്ച ആകെ സാമ്പിളുകളുടെ എണ്ണം 12,84,653 ആയി. റിയാദിൽ 11, മക്കയിൽ 10, ജിദ്ദയിൽ 7, ബുറൈദയിലും കുവൈയയിലും 2 വീതവും ആളുകൾ ഇന്ന് മരിച്ചു. ഖമീഷ് മുഷൈത്ത്, തായിഫ്, മുബറസ്, സബിയ, വാദി ദവാസിർ എന്നിവിടങ്ങളിൽ ഓരോ മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പ്രധാന നഗരങ്ങളിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകൾ ഇങ്ങനെയാണ്. റിയാദ് 668, ജിദ്ദ 342, മക്ക 340, ദമാം 225, ഖത്തീഫ് 216, തായിഫ് 179, മദീന 165,
കമീഷ് മഷീത്ത് 127, ഹുഫൂഫ് 102, ഖോബാർ 77, ഹായിൽ 77, നജ്റാൻ 69, അബഹ 59, ബുറൈദ 51. റിയാദിൽ 18,683 ആക്റ്റീവ് കേസുകളാണുള്ളത്. ജിദ്ദയിൽ 5,447, മക്കയിൽ 5,386, ദമാമിൽ 3,180, ഹുഫൂഫിൽ 2,479, ഖത്തീഫിൽ 2,022, ഖോബാറിൽ 1,947, മദീനയിൽ 1,886, തായിഫിൽ 1,163 ആക്റ്റീവ് കേസുകളാണുള്ളത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇനി കുവൈത്തിലേക്ക് വന്നാൽ കുവൈത്തിൽ കോവിഡ് ബാധിച്ച് 7 പേർ കൂടിയാണ് മരിച്ചത്. ഇതോടെ 42 മലയാളികൾ ഉൾപ്പെടെ മരിച്ചവരുടെ എണ്ണം 326 505 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 7 പേർ കൂടി മരണമടഞ്ഞു. ഇതോടെ വൈറസ് ബാധിച്ച് 42 മലയാളികളടക്കം മരിച്ചവരുടെ എണ്ണം 326 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 505 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതുവരെയായി 39,650 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 514 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ഇതുവരെ രോഗമുക്തരായവരുടെ എണ്ണം 31,240 ആയി. ഇപ്പോൾ 8,084 പേരാണ് ചികിത്സയിലുള്ളതെന്നും ഇതിൽ 186 പേരാണ് തീവ്ര പരിചരണ വിഭാഗത്തിലുള്ളതെന്നും ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി അബ്ദുള്ള സനദ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 24 കുവൈറ്റ്. നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ സൗദി സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണുള്ളത്. ബാർബർ ഷോപ്പുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു തുടങ്ങി. കോവിഡ് സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചു വേണം പുറത്തിറങ്ങേണ്ടതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുണ്ട്. 3 മാസങ്ങൾക്ക് ശേഷം സൗദി വീണ്ടും സാധാരണ നിലയിലേക്ക് കടന്നിരിക്കുകയാണ്. കർഫ്യൂ ഉൾപ്പെടെയുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. 24 മണിക്കൂറും രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാൻ ഇപ്പോൾ ആളുകൾക്ക് അനുവാദമുണ്ട്. ബാർബർ ഷോപ്പുകളും സിനിമാ തിയേറ്ററുകളും കായിക കേന്ദ്രങ്ങളും ഹെൽത്ത് ക്ലബ്ബുകളും ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും തുറന്നു. നേരത്തെ കൂടുതൽ നിയന്ത്രണമുണ്ടായിരുന്ന മക്കയും ജിദ്ദയും ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും നിയന്ത്രണങ്ങൾ നീക്കി. രാജ്യത്തിന്റെ പല ഭാഗത്തും പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിലും നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ പാലിച്ച് മാത്രമേ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും പൊതുഗതാഗത സർവീസുകൾക്കും ആരാധനാലയങ്ങൾക്കും പ്രവർത്തിക്കാൻ പാടുള്ളൂ. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതിരിക്കുക, സാമൂഹിക അകലം പാലിക്കാതിരിക്കുക, ശരീരോഷ്മാവ് പരിശോധിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് ശക്തമായ നടപടി നേരിടേണ്ടി വരും. പിഴയ്ക്ക് പുറമെ വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കും കപ്പൽ സർവീസുകൾക്കും ഉംറ തീർത്ഥാടനത്തിനുമുള്ള നിയന്ത്രണങ്ങൾ തുടരും. 50-ൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല. ഓഫീസുകളിൽ പരമാവധി 75% ജീവനക്കാർ മാത്രമേ ഹാജരാകാൻ പാടുള്ളൂ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ബഹ്റൈനിൽ പുതുതായി 415 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 225 പേർ പ്രവാസികളാണ്. 179 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. 503 പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ സാമൂഹിക സേവന രംഗത്ത് മറ്റൊരു നാഴികക്കല്ലായി സൗജന്യ വിമാനയാത്രാ സൗകര്യമൊരുക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രം യാത്ര മുടങ്ങിയിരിക്കുന്ന 100 കണക്കിന് മലയാളികളെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമമാണ് ബഹ്റൈൻ കേരളീയ സമാജം ആരംഭിച്ചു കഴിഞ്ഞതെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള 24 ന്യൂസിനോട് അഭിപ്രായപ്പെട്ടു. കൊറോണ ബഹ്റിനിലെ 3 ലക്ഷത്തിലധികം വരുന്ന മലയാളികളിൽ ഉണ്ടാക്കിയ ആഘാതം പ്രദേശത്തിലും വളരെ വലുതാണ്. പലർക്കും നാട്ടിൽ പോകാൻ പൈസയില്ല. അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ബഹ്റൈൻ കേരളീയ സമാജം ഒരു പുതിയ പദ്ധതിയുമായി വരുന്നു, സൗജന്യ വിമാനയാത്ര. ആദ്യം 170ഓളം യാത്രക്കാരെ ഒരു ഫ്ലൈറ്റിൽ പരിപൂർണ സൗജന്യമായി നാട്ടിലേക്ക് വിടുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ബഹ്റൈൻ കേരളീയ സമാജം അംഗങ്ങളുടെയും മറ്റ് പൊതുജനങ്ങളുടെയും സഹകരണമുണ്ട്. ഈ പദ്ധതി വിജയകരമായാൽ വീണ്ടും ഇത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് ബഹ്റൈൻ കേരളീയ സമാജം ആലോചിക്കുന്നതാണ്. യാത്ര സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടനെ ലഭ്യമാവുമെന്നും ജൂലൈ മാസം മധ്യത്തിലേക്കാണ് അപേക്ഷകൾ ക്ഷണിക്കുകയെന്നും പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. കണ്ണൂർ സ്വദേശി 52 വയസ്സുള്ള രാജനാണ് മരിച്ചത്. 2 ആഴ്ചയായി സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. പുതുതായി 415 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 225 പേർ പ്രവാസികളാണ്. 179 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. 503 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജോമോൻ കുരിശിങ്കൽ, 24 ബഹ്റൈൻ.
ഖത്തറിൽ സ്വകാര്യ ആശുപത്രികൾക്കും സ്രവ പരിശോധന നടത്താൻ അനുമതി നൽകി. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ശേഖരിക്കുന്ന സ്രവങ്ങൾ പരിശോധനയ്ക്കായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ലബോറട്ടറികളിലേക്ക് അയക്കും. പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച മാർഗരേഖ അനുസരിച്ചുള്ള ലക്ഷണങ്ങളുള്ള എല്ലാ രോഗികളെയും പരിശോധിക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. UAE-യിലെ സാംസ്കാരിക കൂട്ടായ്മ ഓർമ്മയുടെ ആദ്യ സൗജന്യ ചാർട്ടേഡ് വിമാനം പുറപ്പെട്ടു. ദുബായിൽ നിന്ന് കണ്ണൂരിലേക്ക് തിരിച്ച വിമാനത്തിൽ 3 കുട്ടികളടക്കം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 183 പേരാണുള്ളത്. മുഴുവൻ യാത്രക്കാർക്കും വിമാനത്താവളത്തിൽ വെച്ച് റാപ്പിഡ് ടെസ്റ്റ് നടത്തിയിരുന്നു. ഒപ്പം ഓരോ യാത്രക്കാർക്കും ആവശ്യമായ PPE കിറ്റും ഭക്ഷണവും സൗജന്യമായി ലഭ്യമാക്കി. ഓർമ്മയുടെ 2ാം ഘട്ട വിമാനം ഉടനുണ്ടാകുമെന്നും 2ാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള കുറഞ്ഞ ടിക്കറ്റ് നിരക്കായിരിക്കും ഈടാക്കുകയെന്നും ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കുവൈറ്റിൽ നിന്ന് 600 വിമാനങ്ങൾ വഴി 92,000 വിദേശികൾ യാത്ര ചെയ്തതായി കുവൈറ്റ് DGCA ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ. ഏപ്രിൽ 1 മുതൽ ഇതുവരെയുള്ള യാത്രക്കാരുടെ കണക്കാണിത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കുവൈത്തിൽ നിന്ന് 600 വിമാനങ്ങളിലായി 92,000 വിദേശികൾ യാത്രയായതായി കുവൈറ്റ് DGCA ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മൻസൂർ അൽ ഹാഷ്മി അറിയിച്ചു. കോവിഡ് പ്രതിസന്ധിയിൽ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചെത്തിക്കാനായി വിമാന സർവീസ് അനുവദിക്കാൻ വിവിധ എംബസികളിൽ നിന്നും DGCAക്ക് നിരവധി അഭ്യർത്ഥനകളാണ് വരുന്നതെന്നും അഭ്യർത്ഥന വരുന്ന മുറയ്ക്ക് 24 മണിക്കൂറിനുള്ളിൽ തന്നെ അനുമതി നൽകാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിസന്ധിയുടെ തുടക്കം മുതൽ കുവൈറ്റ് വിമാനത്താവളം പൂർണ്ണമായും അടച്ചിട്ടില്ലെങ്കിലും വാണിജ്യ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. പക്ഷേ ചരക്ക് വിമാനങ്ങളും പ്രത്യേക സർവീസുകളും തുടർന്നിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. വാണിജ്യ വിമാന സർവീസുകൾക്ക് മന്ത്രിസഭയുടെയും ആരോഗ്യ അധികാരികളുടെയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും എന്ന് പുനരാരംഭിക്കുമെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റ് പൗരന്മാർക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും വീട്ടുജോലിക്കാർക്കും നിബന്ധനകൾക്ക് വിധേയമായി മടങ്ങിവരാൻ അനുവാദം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കുവൈത്ത് റെസിഡൻസിയുള്ള ആയിരക്കണക്കിന് ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശികൾ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. കുവൈറ്റ് മന്ത്രിസഭയുടെ ഔദ്യോഗിക അനുമതി ലഭിച്ച് എയർപോർട്ട് തുറന്നാൽ മാത്രമേ ഇവർക്ക് തിരിച്ചുവരവ് സാധ്യമാകുകയുള്ളൂ. 24 കുവൈറ്റ്. കോവിഡ് പ്രതിസന്ധി മൂലം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന UAE-യിലെ അർഹരായ ആലപ്പുഴ ജില്ലക്കാർക്ക് സൗജന്യ വിമാന ടിക്കറ്റ് ഒരുക്കി ആലപ്പുഴ DCCയും ഷാർജ ഇൻകാസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും. നേരത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ട്രെയിൻ ടിക്കറ്റിനായി ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നൽകിയ ചെക്ക് സർക്കാർ അനുമതി ലഭിക്കാത്തതിനാൽ ജില്ലാ കളക്ടർ സ്വീകരിച്ചിരുന്നില്ല. ആ പണമാണ് ഗൾഫ് പ്രവാസികളുടെ മടങ്ങിവരവിനായി DCC വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ സംഘടനകളുമായി ചേർന്ന് നൽകുന്നത്. റിയാദ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ 6ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് തുടക്കമായി. ത്രിദിന പരിപാടി കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് നായിക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനിലാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് അധ്യക്ഷത വഹിച്ചു. അമേരിക്കൻ വേദിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ പത്മഭൂഷൺ ഡോക്ടർ ഡേവിഡ് ഫ്രോളി മുഖ്യ പ്രഭാഷണം നടത്തി. ശ്രീവ്യാസ യൂണിവേഴ്സിറ്റി ചാൻസലർ ഗുരുജി ഡോക്ടർ HR നാഗേന്ദ്ര, അറബ് യോഗ ഫൗണ്ടേഷൻ അധ്യക്ഷ പത്മശ്രീ നൌഫ് മർവായി എന്നിവർ സംബന്ധിച്ചു. കോവിഡ് പ്രതിരോധ പ്രതിജ്ഞയും നടന്നു. വിർച്വൽ യോഗ പ്രദർശനത്തിന് ഇന്ത്യൻ എംബസി യോഗ പരിശീലകൻ യോഗാചാര്യ സുഖ്ബീർ സിംഗ്, ഇന്റർനാഷണൽ യോഗ ക്ലബ് അധ്യക്ഷ യോഗാചാര്യ സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. നാളെ കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തിൽ വെബിനാർ നടക്കും. ഡോക്ടർ BR രാമകൃഷ്ണ, ഡോക്ടർ മുരുകൻ ആവണിയപുരം കണ്ണൻ, ഡോക്ടർ അക്ഷയ് ആനന്ദ്, യോഗാചാര്യ ഗുർപ്രീത് സിദ്ധു എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. നാസറുദ്ദീൻ വിജയ്, 24 റിയാദ്. വാഹനപ്രേമികളുടെ ഇഷ്ടവിനോദമായ ഡൂൺ ബാഷിംഗിൽ 1-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മലയാളി ടീമായ അറേബ്യൻ എക്സ്പ്ലോറേഴ്സ്. ദുബൈയിലെ കോമ്പസ് ക്ലബിനാണ് 2ാം സ്ഥാനം. ഓഫ് റോഡേഴ്സ് ഗ്രൂപ്പ് നടത്തിയ GPS ചാലഞ്ചിൽ UAE-യിൽ അറിയപ്പെടുന്ന എല്ലാ ഓഫ് റോഡ് ക്ലബ്ബുകളും പങ്കെടുത്തിരുന്നു. 4 വണ്ടികളടങ്ങിയ ചെറു ടീമുകളായാണ് ഓരോ ക്ലബ്ബും മത്സരത്തിന് ഇറങ്ങിയത്. കുവൈറ്റിൽ മാർച്ച് 12-ന് ശേഷം രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ സൗകര്യമൊരുക്കി ആഭ്യന്തര മന്ത്രാലയം. വാഹന രജിസ്ട്രേഷൻ പുതുക്കാനായി ഓഫീസുകൾ രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ തുറന്നു പ്രവർത്തിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ വൈകിയതിൽ പിഴ ഈടാക്കില്ലെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അപേക്ഷകർ ഓഫീസിലെത്തേണ്ടതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
മലയാളി സാമൂഹിക പ്രവർത്തകർ ഇടപെട്ട് നാട്ടിലെത്തിയ തമിഴ്നാട് സ്വദേശി വീട്ടിലെത്തി 1 മണിക്കൂറിനകം മരിച്ചതിന്റെ ഞെട്ടലിലാണ് റിയാദിലെ ജീവകാരുണ്യ പ്രവർത്തകർ. 3 മാസത്തിലധികമായി നാട്ടിലേക്ക് മടക്കി അയക്കാൻ സ്പോൺസർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് മലയാളികൾ സഹായത്തിനായി എത്തിയത്. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശി മജീദ് ഖാദറിനെ ഇന്നലെയാണ് തിരുവനന്തപുരത്തേക്ക് മലയാളികൾ യാത്രയാക്കിയത്. പ്രമേഹം ഗുരുതരമായതോടെ കാൽപാദത്തിനുണ്ടായ മുറിവ് അതിസങ്കീർണമായ നിലയിലായിരുന്നു. വാട്സ്ആപ്പ് കൂട്ടായ്മ റിയാദ് ഹെൽപ്പ് ഡെസ്കിൽ ലഭിച്ച വീഡിയോ സന്ദേശമാണ് മജീദ് ഖാദറിന്റെ ദയനീയാവസ്ഥ പുറം ലോകമറിയാൻ കാരണം. തുടർന്ന് അവശ്യനിലയിൽ കഴിഞ്ഞിരുന്ന ഇദ്ദേഹത്തെ വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകരായ സ്റ്റാൻലി ജോസ്, നാസർ ലൈസ് എന്നിവർ ആശുപത്രിയിലെത്തിച്ച ചികിത്സ ലഭ്യമാക്കി. റിയാദിൽ നിന്ന് ഉടനെ വിമാന സർവീസ് ഇല്ലാത്തതിനാൽ ദമാം തിരുവനന്തപുരം വിമാനത്തിലാണ് ഖാദറിനെ യാത്രയാക്കിയത്. തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നും ആംബുലൻസിൽ സ്വന്തം വീട്ടിലേക്ക് യാത്രയാകുകയും വീട്ടിലെത്തി മക്കളെയും ഭാര്യയെയും എല്ലാവരെയും ബന്ധുമിത്രാദികളെയെല്ലാം അവിടെ എത്തിയവരെ കണ്ട് വളരെയധികം സന്തോഷകരമായി അവിടെ ചെലവഴിക്കുകയും ഏകദേശം 1 മണിക്കൂർ അദ്ദേഹം അവരുടെ കൂടെ ചെലവഴിക്കുകയുണ്ടായി. 1 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ഉണ്ടായി. ഈ ഒരു വാർത്ത വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിട്ട് ആണ് റിയാദിലെ പൊതുസമൂഹവും റിയാദിലെ ഹെൽപ്പ് ഡെസ്കും ഏറ്റുവാങ്ങിയത്. ഇന്നലെ യാത്രയിൽ സഹായത്തിനായി മലയാളിയായ നിഹാസ് പൂനൂർ, തമിഴ്നാട് സ്വദേശി ഗണേഷ് എന്നിവരുടെ സഹായവും സാമൂഹിക പ്രവർത്തകർ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മജീദ് ഖാദറിന്റെ വിയോഗ വാർത്ത കേട്ട അമ്പരപ്പിലാണ് റിയാദിലെ സാമൂഹിക പ്രവർത്തകർ. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. സുബൈർ കുഞ്ഞ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഹരി വിരുദ്ധ കൂട്ടായ്മയായ റിസ ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. പോരാടാം കോവിഡിനൊപ്പം ലഹരിക്കെതിരെയും എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. 3 വിഭാഗങ്ങളിലായി ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലാണ് പ്രസംഗ മത്സരം സംഘടിപ്പിച്ചത്. ഒത്തൊരുമിക്കാം ലഹരിക്കെതിരെ എന്ന വിഷയത്തിൽ നടന്ന മത്സരത്തിൽ കേരളത്തിനു പുറമെ GCC രാജ്യങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുത്തു. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ 3 വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്. പ്രാഥമിക റൗണ്ടിൽ നിന്ന് തെരഞ്ഞെടുത്ത 31 പേർ ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചു. ഒരൊറ്റ തവണത്തെ ഉപയോഗത്തിലൂടെ തന്നെ അടിമയാക്കാൻ തക്ക ലഹരി വസ്തുക്കൾ ഇന്ന് സുലഭമാണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു. നീതിക്ക് ആരോഗ്യം, ആരോഗ്യത്തിന് നീതി. ഒത്തൊരുമിക്കാം ലഹരിക്കെതിരെ എന്ന പ്രശ്ന വിഷയം എന്നെ ഓർമ്മിപ്പിക്കുന്നത് മഹാത്മാജിയുടെ ഈ വാക്കുകളാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമുക്ക് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി. എന്താണ് അവിടെ കവി പറയുന്നത്? കരളിന്റെ പകുതിയും ലഹരിയുടെ വക്കിൽ കൊണ്ടുപോയി എന്നാണ്. The Kerala Police Force at Agali in Attapadi, who inaugurated a successful football tournament for the addicted youngsters. വിജയികൾക്ക് പ്രശംസാ ഫലകം, സർട്ടിഫിക്കറ്റ്, സുബൈർ കുഞ്ഞ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എന്നിവ സമ്മാനിക്കും. വിർച്വൽ മീറ്റിംഗിൽ ചെയർമാൻ ഡോക്ടർ S. അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. റിസ കൺസൾട്ടന്റ് ഡോക്ടർ AV ഭരതൻ സുബൈർ കുഞ്ഞ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ തമ്പി വേലപ്പൻ സ്വാഗതവും കരുണാകരൻ പിള്ള നന്ദിയും പറഞ്ഞു. ഷബിനം ഷമീദ് അവതാരകയായിരുന്നു. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. ലോക്ക്ഡൌൺ സമയത്ത് ഹ്രസ്വചിത്രമൊരുക്കി ഇന്ത്യൻ വിദ്യാർത്ഥി. ദുബായ് ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ സഞ്ജയ് ഉണ്ണിയാണ് വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. ബില്ലി എല്ലീഷും ഖാലിദും ചേർന്ന് ആലപിച്ച ലവ്ലി എന്ന ഗാനം പശ്ചാത്തലമാക്കിയതാണ് ലോക്ക്ഡൌൺ ഡേയ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം. ഗൾഫ് ഫോക്കസിന്റെ ഇന്നത്തെ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.